അഡ്വക്കേറ്റ് ആദർശാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഷോയ്ക്കകത്ത് ഫിസിക്കൽ അസാൾട്ട് നടന്നു, അതിനെ ടെലികാസ്റ്റ് ചെയ്തു. മാത്രവുമല്ല അതിനെ പ്രൊമോ ആക്കി പ്രൊമോഷൻ ചെയ്യുകയും ചെയ്തു. ലാലേട്ടനും എൻ്റമോൻ ബെനീജിക്കുമെതിരെ കേസുണ്ട്. ഏഷ്യാനെറ്റിനെതിരെയും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിനെതിരെയും കേസുണ്ട്. അതുമാത്രവുമല്ല മർദ്ദിച്ച റോക്കിക്കെതിരെയും കേസുണ്ട്. ബിഗ് ബോസ് ഷോ എന്നേക്കുമായി പൂട്ടിക്കെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ബിഗ് ബോസ് ചരിത്രത്തിൽ ഇന്ന് വരെയും ഇങ്ങനൊരു ഫിസിക്കൽ അസാൾട്ട് നടന്നിട്ടില്ല. 16ാമത്തെ എപ്പിസോഡിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ആക്രമണ രംഗങ്ങൾ ഷൂട്ട് ചെയ്ത് കാണിച്ചു, പിന്നെ അത് ആയിട്ട് പ്രമോഷൻ നടത്തി. ഇതൊക്കെയാണ് പ്രധാന കുറ്റകൃത്യം. റിയാലിറ്റി ഷോയിൽ ഇങ്ങനെയുള്ള സീൻസ് കാണിക്കുമ്പോൾ താഴെ വാർണിംഗ് കൊടുക്കേണ്ടതാണ്. അതൊന്നും കൊടുക്കാതെ തന്നെ ഇവർ ടെലികാസ്റ്റ് ചെയ്തു എന്നതാണ് ഇവരുടെ കുറ്റം. 1995 ആക്ട് പ്രകാരം ഇങ്ങനെ ഉള്ള സീൻസ് ടെലികാസ്റ്റ് ചെയ്യാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് ഒരു വാർണിംഗ് എങ്കിലും കൊടുക്കാമായിരുന്നു താഴെ വാർണിംഗ് ബോക്സിലായിട്ട്. പക്ഷെ അതും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ബിഗ് ബോസ് ആയാലും മറ്റേത് റിയാലിറ്റി ഷോ ആണെങ്കിലും കാണുന്ന കാഴ്ചക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഒരു അഭിപ്രായം രേഖപ്പെടുത്താമെന്നും പറയുന്നുണ്ട്. ബിഗ് ബോസ് ഷോ എന്ന് പറയുമ്പോഴത്തേക്ക് ഫുൾ ഏജ് ഗ്രൂപ്പ് കാണുന്ന ഒരു ഷോയാണ്. നമ്മൾ ടി വിയിൽ തന്നെ പിന്നെ സിനിമയിലും സീരിയലിലും ഒക്കെ പുകവലിക്കുന്ന രംഗം, അല്ലെങ്കിൽ ഡ്രിങ്ക്സ് കഴിക്കുന്ന രംഗം, ആനിമൽസിനെ കൊല്ലുന്ന രംഗം, ഇതിലെല്ലാം താഴെ വാർണിംഗ് ആയിട്ട് കാണിക്കാറുണ്ട്. ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും കാണിക്കാതെയാണ് ഇവർ എയറിലേക്ക് വിട്ടത് ഈ വീഡിയോ. ഹൗസിൽ എന്താണോ നടന്നത് അതിന് അതേപോലെ എടുത്ത് കാണിച്ചിരിക്കുകയാണ് അവർ. ഇത് അതുപോലെ ജനങ്ങളെ എത്തിക്കുകയും ചെയ്തു. അതിനേക്കാളും കുറ്റകരം എന്താണെന്ന് ചോദിച്ചാൽ ഇത് പരസ്യം ചെയ്തു. അതാണ് മെയിൻ കുറ്റം. IPC സെക്ഷൻ 23 പ്രകാരം പോലീസിന് ഇത് കേസെടുക്കാവുന്നതാണ്. പക്ഷേ എന്താണെന്നറിയത്തില്ല, പോലീസ് കേസ് എടുത്തിട്ടില്ല. ഈ ചെയ്ത പ്രവൃത്തി പ്രൈവസി വയലേഷനാണ്, പ്രോഗ്രാം കോഡ് വയലേഷനാണ്. ഈ കേസ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ട്രിവാൻഡ്രം കമ്മീഷണറുടെ അടുത്ത് ഇത് അന്വേഷിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ആദർശ് പറയുന്നത് പോലീസ് ഡയറക്റ്റായിട്ട് ഇടപെടാത്തതുകൊണ്ടാണ് ഇങ്ങനെ കേസിന് പോയത്. അത് ഡിസ്നി പ്ലസിനെതിരെ ആണെങ്കിലും ഏഷ്യാനെറ്റിനെതിരെ ആണെങ്കിലും ആക്രമിച്ച ആളിനെതിരെ ആണെങ്കിലും എൻ്റമോൻ ഷീനെതിരെ ആണെങ്കിലും എല്ലാവർക്കെതിരെയും കേസ് വരുമെന്നാണ് ആദർശ് വാദിക്കുന്നത്. നിയമവശങ്ങൾ നമുക്കറിയത്തില്ല, പക്ഷേ ഷോ നിർത്തില്ലെന്നാണ് നമ്മളുടെ പ്രതീക്ഷ.